തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചനധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുവിൻ്റെ ദൈവത്വം അസന്നിഗ്ധമായി തെളിയിച്ച സംഭവമാണ് തൻ്റെ പുനരുത്ഥാനം. താൻ ജീവനാണെന്നും താൻ തന്നെ പുനരുത്ഥാനമാണെന്നും പരസ്യ ശുശ്രൂഷ സമയത്ത് നടത്തിയ പ്രഖ്യാപനം ശരിയാണെന്ന് തെളിയിക്കുന്ന സംഭവമായിരുന്നു കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. യേശുക്രിസ്തു ജീവന്റെയും മരണത്തിൻ്റെയും മേൽ അധികാരമുള്ളവനാണെന്ന് തൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് മൂലം തെളിയിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും സുവിശേഷീകരണത്തിൻ്റെയും അടിസ്ഥാനം യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനമാണെന്ന് പൗലോസ് ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് 1 കൊരിന്ത്യർ 15:14. മനുഷ്യ മനസ്സുകൊണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതിലും അപ്പുറമായ മഹാത്ഭുതം. ലോകത്തിൽ മറ്റൊരു മത നേതാവിനോ പ്രവാചകനോ അവകാശപ്പെടുവാൻ കഴിയാത്ത വിധം ദൈവത്വത്തിൻ്റെ ആധികാരികത ക്രിസ്തുവിൽ ഉറപ്പിക്കപ്പെട്ട സംഭവം. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് 3 മരിച്ച വ്യക്തികളെ ഉയർപ്പിച്ചിരുന്നു. ഈ 3 സംഭവങ്ങളിലും തൻ്റെ പുനരുത്ഥാന സന്ദേശം അടങ്ങിയിട്ടുണ്ട്. യായിറോസിൻ്റെ മകളെ ഉയർപ്പിച്ച സമയത്ത് കർത്താവ് മുറിക്കുള്ളിലേക്ക് കയറി എല്ലാവരെയും മുറിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട് മാതാപിതാക്കളോട് പറയുന്നു, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുന്നത് അത്രയെന്ന്. ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുമ്പോഴും നമുക്ക് പ്രിയനായവൻ നിദ്ര കൊള്ളുന്നു, അവനെ ഉണർത്തുവാൻ നമുക്ക് പോകാം എന്ന് കർത്താവ് പറയുന്നുണ്ട്. മരണത്തെ ഒരു നിദ്രയ്ക്ക് സമാനമായി കാണുവാൻ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നു. മരണം എന്ന ഭീകര യാഥാർത്ഥ്യത്തിന് മുൻപിൽ പകച്ചും ഭയന്നു നിൽക്കുന്ന മനുഷ്യന് അതിൻ്റെ ഭീകരതയെ എത്രയും ലാഘവപ്പെടുത്താമോ അത്രയും ലാഘവപ്പെടുത്തി മനുഷ്യ മനസ്സുകളിൽ ആശ്വാസം നൽകുകയും നിദ്രയിൽ നിന്നതുപോലെ മനുഷ്യൻ മരണത്തിൽ നിന്ന് എഴുന്നേറ്റ് വരും എന്ന് പഠിപ്പിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ആത്യന്തിക സന്ദേശം ഇതുതന്നെയാണ്. മരണത്തെ മനുഷ്യൻ ഭയക്കേണ്ടതില്ല. അതൊരു താൽക്കാലിക ഉറക്കം മാത്രമാണ്. മരണത്തിനപ്പുറം ഒരു പുനരുത്ഥാനത്തിൻ്റെ പുതിയ ജീവനിലേക്ക് മനുഷ്യൻ ഉയർത്തപ്പെടും എന്ന് മനുഷ്യവർഗത്തിന് ഉറപ്പ് നൽകുന്ന സംഭവമാണ് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. രണ്ടാമത് നയീൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച സംഭവമാണല്ലോ കർത്താവ് ഉയർപ്പിച്ച രണ്ടാമത്തെ സംഭവം. അവിടെ മരണം അവശേഷിപ്പിക്കുന്ന അനാഥത്വത്തിനും നിരാലംബതയ്ക്കും ക്രിസ്തു സാന്നിധ്യം ഉണ്ടാകുമ്പോൾ ശാശ്വതമായ പരിഹാരം ഉണ്ടാകുന്നു എന്നും നിരാശയും ഒറ്റപ്പെടലും ഒന്നും മനുഷ്യനെ തളർത്തുകയില്ല, ക്രിസ്തുവിൽ അവയ്ക്കെല്ലാം പരിഹാരമുണ്ടെന്നുമുള്ള പുതിയ അവബോധം മനുഷ്യന് നൽകുകയാണ് കർത്താവ് ചെയ്തത്. യൗവനക്കാരനായ മകൻ, അമ്മയ്ക്ക് ഏകജാതൻ, അമ്മയോ വിധവയും. ഈ പശ്ചാത്തലത്തിൽ ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായവൻ്റെ വേർപാടിൻ്റെ വേദനയുടെ ആഴം നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാം. കർത്താവ് കടന്നു വന്നതോടുകൂടി ആ കുടുംബത്തിന് പുതിയ ജീവൻ കിട്ടുകയാണ്. അനാഥർക്കും പീഡിതർക്കും ആശ്രയമില്ലാത്തവർക്കും പുറന്തള്ളപ്പെട്ടവർക്കും സമൂഹത്തിൽ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ കഴിയുന്നവർക്കുമെല്ലാം കരുതലിൻ്റെയും ചേർത്ത് നിർത്തലിൻ്റെയും കരങ്ങൾ നീട്ടിക്കൊടുക്കുന്നതിലൂടെ അവരുടെ ജീവിതത്തിന് ലഭിക്കുന്ന ഉയർത്തെഴുന്നേൽപ്പ് അഥവാ പുതിയ ജീവൻ ഉയർപ്പിൻ്റെ സന്ദേശമാണ്. ഉയർപ്പ് നൽകുന്ന പ്രത്യാശയുടെ സന്ദേശം അതാണ്. ഉയർപ്പിൻ്റെ ഈ സന്ദേശം സമൂഹത്തിന് നൽകുന്നതിൽ ക്രൈസ്തവ സഭകൾക്ക് നിർണായകമായ പങ്കുണ്ട് എന്നതും നാം ഓർത്തിരിക്കണം. ലാസറിനെ ഉയർപ്പിച്ച വേളയിൽ കർത്താവ് മറിയോട് പറയുന്നത്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനും ആകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നാണ്. മരിച്ച് അഴുകിയ ശരീരം, അസ്ഥികളിൽ നിന്ന് മാംസം വേർപെട്ട ശരീരം ലാസറെ പുറത്തു വരിക എന്ന് വിളിച്ചപ്പോൾ വീണ്ടും പഴയതുപോലെ കൂടിച്ചേർന്ന് കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുറപ്പെട്ടു വന്ന സംഭവമാണല്ലോ നാം അവിടെ കാണുന്നത്. ക്രിസ്തു ജീവനാണെന്നും ജീവന്റെ ഉടമസ്ഥനാണെന്നും മരണത്തിൻ്റെയും ജീവന്റെയും മേൽ അവൻ അധികാരമുണ്ടെന്നും അവൻ വിളിക്കുമ്പോൾ സകല മരിച്ചുപോയവരും ഉയർത്തെഴുന്നേറ്റ് വരുമെന്നും തെളിയിക്കപ്പെട്ട സംഭവമായിരുന്നു അത്. ആ കല്ലറയ്ക്കൽ വെച്ച് ക്രിസ്തു നടത്തിയ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു എന്ന വെളിപ്പെടുത്തൽ അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായ സംഭവമായിരുന്നു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം. മേൽ വിവരിച്ച 3 സന്ദേശങ്ങൾക്ക് ഉപരിയായി ചില യാഥാർത്ഥ്യങ്ങൾ കൂടെ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ നമുക്ക് കാണാവുന്നതാണ്. പിടിച്ചടക്കുവാൻ സാധ്യമല്ലാത്ത ജീവനെ ജീവന്റെ മേൽ യാതൊരു അവകാശവുമില്ലാത്ത മനുഷ്യൻ പിടിച്ചടക്കിയെന്ന് അഭിമാനിക്കുകയും കൊല്ലുകയും കല്ലറയിൽ അടക്കം ചെയ്യുകയും ചെയ്തു. എന്നാൽ അവനെ പിടിച്ചടക്കുവാനോ കൊല്ലുവാനോ നിസ്സാരനായ മനുഷ്യന് സാധ്യമല്ല എന്ന് അവനെ ബോധ്യപ്പെടുത്തിയ സംഭവമായിരുന്നു കർത്താവിൻ്റെ പുനരുത്ഥാനം. നിസ്സാരനായ മനുഷ്യൻ എത്ര ക്രൂരതയോടെയും ആവേശത്തിമിർപ്പോടെയും ആളിക്കത്തുന്ന വാശിയോടെയും നടത്തിയ മൃഗീയമായ നരവേട്ടയായിരുന്നുവല്ലോ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം. ആ സംഭവത്തിന് പിന്നിലെ അനീതിയും വഞ്ചനയും ചതിയും ഗൂഢാലോചനയും എല്ലാം പകൽ പോലെ വ്യക്തവുമായിരുന്നു. എന്നാൽ മനുഷ്യൻ്റെ ഒരു ക്രൂര വിളയാട്ടത്തിനും കീഴ്പ്പെടുത്താവുന്നതല്ല ദൈവത്തിൻ്റെ നീതിയും സത്യത്തിൻ്റെ ശക്തിയുമെന്ന് തെളിയിക്കുന്ന സംഭവമായിരുന്നു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്.
സ്ഥാനമോഹികളായ യഹൂദ പുരോഹിത മേധാവികൾ, ദുർബലരായ ഭരണകർത്താക്കൾ, ധനമോഹിയായ യൂദ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽ അഭിപ്രായ സ്ഥിരതയില്ലാത്ത പൊതുജനം എല്ലാം കർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദികളായിരുന്നു. അവർ സകലരുടെയും മനസാക്ഷിക്ക് നേരെ ചാട്ടുളി പോലെ വിരൽ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് പുനരുത്ഥാനം ചെയ്തത്. രോമം കത്തിരിക്കുന്നതിന് മുൻപിൽ കുഞ്ഞാട് പോലെ മൗനിയായി നിന്ന കർത്താവിൻ്റെ മൗനം ദുർബലതയായി കരുതിയവർ ഇത്രയും ബലമേറിയവനായിരുന്നല്ലോ പീലാത്തോസിന്റെ മുൻപിൽ മൗനിയായി നിന്നത് എന്ന തിരിച്ചറിഞ്ഞ സംഭവമായിരുന്നു കർത്താവിൻ്റെ പുനരുത്ഥാനം. അനേകരുടെ കണ്ണ് തുറപ്പിച്ചതും ഇനിയും തുറപ്പിക്കുവാൻ ഇടയാക്കുന്നതുമായ ആ മഹാത്ഭുതത്തിന് മുൻപിൽ കണ്ണുകളടച്ച് നമുക്ക് സ്വയം വണങ്ങാം. മാമോദീസായിൽ കർത്താവിൻ്റെ മരണത്തോടും ഉയർത്തെഴുന്നേൽപ്പിനോടും ഏകീഭവിച്ചവരായ നാം ജീവന്റെ പുതുക്കത്തിൽ നടക്കണം എന്ന് പൗലോസ് ശ്ലീഹ റോമ ലേഖനം 6-ാം അധ്യായത്തിൽ നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ ഉയർപ്പ് പെരുന്നാളിൽ ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത് എന്ന് പൗലോസ് ശ്ലീഹായെ പോലെ ഉറക്കെ പ്രഖ്യാപിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സ്നേഹവും സമാധാനവും നിറഞ്ഞ ഈസ്റ്റർ ആശംസകൾ. നന്ദി, നമസ്കാരം.